കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ലോക പരാജയമാണെന്ന് പറയുന്നത് LDFിലെ പ്രധാന ഘടകകക്ഷി CPI തന്നെയാണ്. അവരുടെ സംസ്ഥാന സമ്മേളന റിപ്പോർട്ടിൽ അവരത് തുറന്നെഴുതി. അങ്ങനെ മൂക്കും കുത്തി മുഖത്ത് ചെളി പുരണ്ടിട്ടും കൂടെ നിന്നവന്റെ ദേഹത്ത് ചാണകം മണത്തിട്ടും മുഖ്യനിപ്പോഴും കാര്യം പിടികിട്ടാനിട്ടല്ല. ആ ചേറിൽ നിന്ന് ദേഷ്യഭാവത്തോടെ പോലീസിനെ കുറിച്ച് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് മുഖ്യന്റെ വാദം. കഷ്ടമാണ് കാര്യങ്ങൾ. പോലീസിലെ പുഴുക്കുത്തു കാരണം ഒരു MLA തന്നെ നഷ്ടമായിട്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരെ നടന്നിട്ടും ഒറ്റപ്പെട്ടത് എന്ന് പറയാനുള്ള ആ തൊലിക്കെട്ടി ആഭാരം തന്നെ. ഒടുവിൽ യൂത്ത് കോൺഗ്രസുകാരന്റെ കൂമ്പിനിടിക്കുന്ന വീഡിയോ ഇടത് സൈബർ ഇടങ്ങളിൽ പോലും ആശങ്കയായി വന്നപ്പോൾ ആ യുവ കോൺഗ്രസുകാരന് ഒരുപാട് കേസൊക്കെ ഉണ്ടെന്നാണ് സഖാവ് പിണറായി പറയുന്നത്. രാഷ്ട്രീയക്കാരന് കേസുണ്ടാകുമെന്നും അത് കൂമ്പിടിച്ച് കലക്കാൻ തക്ക കേസാണ് എന്നുമൊക്കെ ഒരു വശത്ത് നിൽക്കുന്നു. ഏറ്റവും കടുത്ത കുറ്റവാളിയോട് പോലും ശാരീരിക ആക്രമണത്തിന്റെ നേരിയ ഒരു മുറ പോലും പ്രയോഗിക്കരുതെന്നാണ് നിയമം. കൂടാതെ പോലീസുകാർ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് കേരള പോലീസ് ആക്ട് സെക്ഷൻ 29 കൃത്യമായി പറയുന്നുണ്ട്. ബിരിയാണി കട നടത്തുന്ന ഷോപ്പിന്റെ മാനേജർക്ക് ബിരിയാണി വെക്കാൻ അറിയില്ല എന്ന പോലെ KP ആക്ടിലെ ആ സെക്ഷൻ മുഖ്യൻ വായിച്ചു പഠിക്കണമെന്നൊന്നും നിർബന്ധിക്കാനാവില്ലല്ലോ. പോലീസിന്റെ മൂന്നാം മുറ മാത്രമല്ല, അതിലെ സംഘപരിവാരവൽക്കരണവും ഈ ഭരണകാലയളവിൽ പോലീസ് വകുപ്പിനെതിരെ ഉയർന്ന വസ്തുതകളാണ്. അല്ലാതെ അത് വെറും ആക്ഷേപമല്ല. RSS നേതാവ് തില്ലങ്കേരിയുടെ ശബരിമലയിലെ മൈക്കുപയോഗം മുതൽ തൃശൂർ പൂരം കലക്കലും PC ജോർജിനെതിരെ കേസെടുക്കാത്തതും ഉൾപ്പെടെ പോലീസിന്റെ ആ സംഘപരിവാർ ദാസ്യപ്പടി ആഭ്യന്തര വകുപ്പ് ഇപ്പോഴും വൃത്തിയും വെടുപ്പുമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. മാങ്ങാക്കള്ളനെ പുറത്താക്കിയ പോലീസിന് വലിയ മീനുകളെ തൊടാൻ പേടിയാണ്. വലിയ കള്ളന്മാരെ പിടിക്കാത്ത മുഖ്യനെതിരെ പോലീസിൽ തന്നെ അടക്കം പറച്ചിലുണ്ട്. തൊടുപുഴയിലെ പോലീസുകാരന്റെ മനസ്സിനെ കുറിച്ച് ഉമേഷ് വള്ളിക്കുന്ന് പറഞ്ഞതുപോലെ സംഘപരിവാരത്തെ തൃപ്തിപ്പെടുത്താൻ അനസെന്നല്ല ഏത് പോലീസുകാരനും കുഴിയിൽ വീഴേണ്ടി വരും. ജനമൈത്രി എന്ന് സ്റ്റേഷൻ ബോർഡിൽ ചേർത്തിട്ടുണ്ടെങ്കിലും കുതിരയുടെ പുറത്ത് കഴുത എന്ന് എഴുതിയതുപോലെ ലക്ഷ്യം കൂമ്പിലിടിച്ചും നടുവിന് കുത്തിയും ആക്ഷൻ ഹീറോ ബിജുമാരാവാനാണ് പോലീസുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. CCTVക്ക് മുന്നിലും അത് തുടരുന്നുവെങ്കിൽ അതിനെ തുറന്ന് എതിർത്തേ പറ്റൂ. ശരിയല്ലേ? ബാക്കി നിങ്ങൾക്ക് വിടുന്നു.